ഹലോ, എല്ലാവർക്കും മൈ സ്വീഡൻ ഡയറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ഡേ ഇൻ മൈ ലൈഫിലെ ഒരു ചെറിയ ഭാഗമാണ്. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്തപ്പോൾ ഫുൾ ഷോപ്പിംഗ് ആയിരുന്നു. ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ നല്ല ഷോപ്പിംഗ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഇക്കിയയിൽ പോയിട്ടുണ്ടായിരുന്നു. ഇക്കിയ ഓർ ഐക്കിയ രണ്ടും പ്രൊനൗൺസ് ചെയ്യുന്നുണ്ട് പലരും പല സ്ഥലത്ത്. അപ്പോൾ ഞാൻ ഇക്കിയ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇക്കിയയിൽ പോകുന്നുണ്ടായിരുന്നു, അതുപോലെ ലിഡിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കുറച്ച് കാര്യങ്ങളും കാഴ്ചകളും ഒക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഇക്കിയ കയറി ആദ്യം ചെയ്യുന്ന കാര്യം എന്താണെന്നറിയോ, അവിടെ ഇങ്ങനെ നമുക്ക് നമ്മുടെ സാധനങ്ങളെല്ലാം ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കാനായിട്ടൊരു ചെറിയ ലോക്ക് റൂമുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ അവിടെ പാസ്വേഡൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം വെക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ഇപ്പോൾ ഈ വിൻ്റർ ടൈം ആയതുകൊണ്ട് കുറേ ജാക്കറ്റും മഫ്ലറും നമ്മുടെ തൊപ്പിയും അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ അതെല്ലാം ബാഗ് ഉൾപ്പെടെ എല്ലാം നമ്മൾ ആദ്യം തന്നെ ലോക്കിൽ കയറ്റി വയ്ക്കും. ഒട്ടുമിക്ക ടൈമിൽ വരുമ്പോഴും ഈ സാധനങ്ങളെല്ലാം നമ്മൾ ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ നേരെ പോകുന്നത് ഫുഡ് കഴിക്കാനായിരിക്കും. അത് എന്താണെന്നറിയാൻ പാടില്ല, ഞങ്ങൾ വരുന്ന ടൈമിൽ എപ്പോൾ തന്നെയും അവിടെ കറക്റ്റ് ഫുഡ് കഴിക്കുന്ന സമയമായിരിക്കും. എല്ലാ തവണയും സെയിം മെനു ആണെങ്കിലും ഉണ്ടല്ലോ, നമ്മൾ അവിടെ നിന്ന് തന്നെ കഴിക്കുള്ളൂ. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നല്ല ഫുഡാണ്, റേറ്റ് കുറവാണ്, പിന്നെ നമുക്കിഷ്ടമാണ് അവിടുത്തെ ആ ഒരു ആംബിയൻസും. പിന്നെ നമുക്ക് പുറത്തേക്ക് പോകണ്ടല്ലോ, വേറൊരു ഷോപ്പിൽ പോയി കഴിച്ച് വീണ്ടും മിക്കയിലേക്ക് അങ്ങനെയൊന്നും വരണ്ട. ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഷോപ്പിംഗ് നടത്താം, ഇതിൻ്റെ അകത്ത് തന്നെ ഫുഡും കഴിക്കാം, എല്ലാം ചെയ്യാൻ പറ്റും. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൽഫ് സർവീസാണ്. അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യണം. അതായത് നമുക്ക് വേണ്ട പ്ലേറ്റ്, ഗ്ലാസ്, വെള്ളം, ഫുഡ് എല്ലാം തന്നെ നമ്മൾ തന്നെ എടുക്കണം. ഫുഡ് അവർ എടുത്തു തരും പ്ലേറ്റിൽ, പക്ഷേ നമ്മൾ തന്നെ എടുത്തിട്ട് പോകണം. പിന്നെ നമുക്ക് കോഫിയൊക്കെ ആണെങ്കിലും കോഫി മേക്കറൊക്കെ അവിടെ ഉണ്ട്. അപ്പം നമ്മൾ തന്നെ നമ്മുടെ പാകത്തിനനുസരിച്ച് കോഫിയൊക്കെ എടുക്കാം. പിന്നെ ഇവിടുത്തെ ഫുഡിനൊക്കെ നമ്മുടെ നാട്ടിലത്തെ ടേസ്റ്റൊക്കെ വളരെ കുറവായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ഇവർ എപ്പോഴും അഡീഷണൽ ആയിട്ട് ഇത്തിരി പെപ്പറും സോൾട്ടും ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ എപ്പോഴും ഇവിടെ നിന്ന് പെപ്പറും സോൾട്ടും എടുത്തിട്ടാണ് പോവാറ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും ഇവിടുത്തെ ഫുഡിൻ്റെ ആ ഒരു ടേസ്റ്റ് നമ്മുടെ ആ ഒരു സ്പൈസ് ലെവലിലേക്ക് എത്താറില്ല. അപ്പോൾ അത് കാരണം ഞാൻ എപ്പോഴും അഡീഷണൽ ആയിട്ട് എടുക്കാറുണ്ട്. നമ്മൾ വാങ്ങിച്ച ഫുഡെന്ന് പറയുന്നത് മീറ്റ് ബോൾസ് ആയിരുന്നു, സ്വീഡിഷ് മീറ്റ് ബോൾസ്. അപ്പോൾ വെജിറ്റബിളും വാങ്ങിച്ചു, ചിക്കൻ്റെ മീറ്റ് ബോൾസും വാങ്ങിച്ചു. വെജിറ്റബിൾ തീരെ കൊള്ളിലായിരുന്നു, ചിക്കൻ്റെ മീറ്റ് ബോൾസ് നല്ലതായിരുന്നു. അപ്പം നമ്മൾ ആദ്യമായിട്ടാണ് സ്വീഡിഷ് മീറ്റ് ബോൾസ് ഒക്കെ ട്രൈ ചെയ്യുന്നത്, അതും ഇക്കിയയിൽ ട്രൈ ചെയ്യുന്നത്. കുഴപ്പമില്ലായിരുന്നു, ഓക്കെ അത്രേ ഉണ്ടായുള്ളൂ. പിന്നെ വിശപ്പുള്ള കാരണം നമ്മൾ എന്തായാലും കഴിക്കുമല്ലോ, അത് കാരണം നമ്മളതൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ കഴിച്ച ഗ്ലാസ്, പ്ലേറ്റ് സംഭവങ്ങളൊന്നും നമ്മളവിടെ ടേബിളിൽ ഒരു റെസ്റ്റോറൻറ്റ് പോലെയല്ല. നമ്മൾക്കൊരു കഫറ്റീരിയയിൽ വരുന്നു, നമ്മൾ ഫുഡ് കഴിക്കുന്നു, നമ്മളത് കഴിച്ചിട്ട് നമ്മുടെ പാത്രങ്ങളൊക്കെ ഡ്രോപ്പ് ചെയ്യണം. എവിടെയാണോ നമ്മളത് കളക്ട് ചെയ്ത് അവിടെ പോയിട്ട് ഡ്രോപ്പ് ചെയ്യണം, വേസ്റ്റൊക്കെ കളയും, അങ്ങനെയൊക്കെ ചെയ്യണം. എന്തായാലും ഇതൊക്കെ ഒരു നല്ല വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളും അത് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഫ്ലോറിൽ തന്നെയാണ് ഫർണിച്ചേഴ്സിൻ്റെ ഒക്കെ സെക്ഷൻ. ഫർണിച്ചേഴ്സിൻ്റെ സെക്ഷനിൽ നമുക്ക് സോഫ, അതുപോലെ തന്നെ ചെയർ, പിന്നെ ഓഫീസ് സെറ്റപ്പ്, പിന്നെ നമ്മുടെ ബെഡ്, അങ്ങനെ പിന്നെ വാർഡ്രോബ്, അങ്ങനത്തെ കിഡ്സിൻ്റേതാണെങ്കിലും വലിയ ആൾക്കാരുടെയൊക്കെ ആണെങ്കിലും അങ്ങനത്തെ സംഭവങ്ങളെല്ലാം തന്നെ നമുക്ക് ആ ഒരു ഏരിയയിലാണ് കാണാൻ പറ്റുക, അതായത് അതിൻ്റെ ടോപ്പ് ഫ്ലോറിൽ. അപ്പം നമ്മൾ ആ ഫ്ലോറിലാണ് ഫുഡ് കഴിച്ചിട്ട് ആദ്യം തന്നെ എക്സ്പ്ലോർ ചെയ്യുക. അവിടെ നിന്ന് നമ്മൾ താഴേക്ക് പോകും. താഴെ പോയിട്ട് നമ്മൾ പിന്നെ കിച്ചൺ സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ കാണും, മേടിക്കാനുള്ളത്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ താഴെ തന്നെയാണ് ബില്ലടിക്കുന്നതൊക്കെ. ഇപ്പോൾ ഇവിടെ ഉണ്ടല്ലോ, ഇവർ നമ്മളിങ്ങനെ റൂമൊക്കെ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ കാണിക്കും. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും, എന്തൊക്കെ കളർ കോമ്പിനേഷൻ നമുക്ക് എടുക്കാം, എന്തൊക്കെയാണ് അതിന് യോജിക്കുന്ന ഐറ്റംസൊക്കെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്, അങ്ങനെയൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടും. അങ്ങനെ അത്തരത്തിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു റൂമാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു റൂമിൽ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു സെറ്റപ്പിൽ കുറച്ച് നേരം പോയി റെസ്റ്റ് എടുക്കും കേട്ടോ. കാരണം നമുക്ക് ഇരുന്ന് കംഫർട്ടബിളൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ പറ്റും. അപ്പം നമുക്കിങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ കാണാൻ പറ്റും. നോർമൽ കടയിൽ കാണാത്ത കുറേ നല്ല രസമുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ഇക്കിയയുടെ തന്നെ പ്രൊഡക്റ്റാണ്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം സ്വീഡൻ്റെ മാത്രമല്ല, സ്വീഡൻ്റെ ഓൺ ബ്രാൻഡാണല്ലോ ഇക്കിയ. അപ്പോൾ ഇക്കിയ ഇപ്പോൾ വേൾഡിൽ പല ഭാഗത്തുണ്ടെങ്കിലും സ്വീഡൻ ആണല്ലോ ഇതിൻ്റെ ഒരു ഒറിജിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത്തിരി പ്രൗഡാണ്. പിന്നെ സ്വീഡനിൽ വന്ന ഒരു മനുഷ്യനും ഇക്കിയ പോവാതെ എന്തായാലും പോയിട്ടുണ്ടാവില്ല. നമ്മുടെ നാട്ടിലും ഉണ്ടല്ലോ ഇക്കിയ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട്, കൊച്ചിയിലെങ്ങാനും ഇക്കിയ വരികയാണെന്നുണ്ടെങ്കിൽ പൊളിച്ചേനേന്ന്. ഇവിടെ കിഡ്സിൻ്റെ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ്. പിള്ളേരൊക്കെ നിലത്തിരുന്ന് ടോയ്സൊക്കെ ഇട്ട് കളിക്കും. അവിടെ ഇരുന്ന് കളിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടാണ് അവർ വീട്ടിൽ പോകുള്ളൂ. മേടിക്കാതിരിക്കും, പക്ഷേ നല്ല രസമാണ് പിള്ളേരൊക്കെ അവിടെ വന്നിരുന്ന് ഇങ്ങനെ കളിക്കുന്നത് കാണാനായിട്ട്. പിന്നെ നമുക്കിങ്ങനെ നമുക്ക് ഒത്തിരി ചോയ്സ് ഉണ്ട്.
പിന്നെ ഇതിൻ്റെ തന്നെ നമുക്ക് ഐറ്റംസ് ഇപ്പം നമ്മൾ അവിടെ വന്ന് കണ്ടിട്ട് നമുക്ക് ചില ഐറ്റം ഇല്ല, അതായത് നമുക്ക് വേണ്ടത്ര ക്വാണ്ടിറ്റി ഇല്ല, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെയും നമുക്കത് ഓർഡർ ചെയ്തിട്ട് പോവാം, വീട്ടിലേക്ക് ഡെലിവറി വരും, അല്ല നമുക്ക് ഇവിടെ തന്നെ വന്ന് പിക്കപ്പ് ചെയ്യാം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങി വന്നു കേട്ടോ. താഴത്തെ ഫ്ലോറിലാണ് കിച്ചൺ സംഭവങ്ങളും ഫുള്ളായിട്ടുള്ളത്. അപ്പോൾ ഇവിടെയാണ് ഞാൻ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാറ്. എപ്പോഴും വരുമ്പോൾ നമുക്കിങ്ങനെ പുതിയ ടാഗ് ഇട്ടിട്ടുണ്ടായിരിക്കും, ഒരു ഓറഞ്ച് കളറിൽ പുതിയ ഐറ്റംസ് വന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ അതൊക്കെ വന്നിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യും. ഓൾമോസ്റ്റ് എല്ലാം തന്നെ നമ്മളിവിടെ പലതവണയായിട്ട് നമ്മൾ എപ്പോഴും തന്നെ വന്നു പോകുന്നൊരു സ്ഥലമാണ് IKEA എന്ന് പറയുന്നത്. അപ്പോൾ അത് കാരണം നമുക്കിങ്ങനെ വരുമ്പോഴത്തേക്കും പുതിയ എന്തെങ്കിലും സാധനം വന്നിട്ടുണ്ടോ, പുതിയ മോഡൽ വന്നിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യും. ഇതൊരു ടീ മേക്കറാണ്. നമ്മുടെ ഒരു ചായ ഉണ്ടാക്കുന്ന ഒരു സാധനം, പക്ഷെ വെറൈറ്റി അല്ലേ. നമ്മൾ നാട്ടിലൊന്നും ഇങ്ങനത്തെ ഞാൻ കണ്ടിട്ടില്ല. ഇതിനകത്ത് ആ ഉള്ളിലത്തെ ആ ഒരു അരിപ്പ് പോലത്തെ സംഭവത്തിൽ നമ്മൾ തേയിലപ്പൊടി ഇടും, എന്നിട്ട് നമ്മൾ ചൂടുവെള്ളം കെറ്റിലോ എല്ലാം തിളപ്പിച്ചതിന് ശേഷം ഒഴിക്കും. എന്നിട്ടൊരു ടീ മേക്കറായിട്ട് നമ്മുടെ പാകത്തിന് കടുപ്പത്തിനൊക്കെ ടീ ഉണ്ടാക്കാൻ പാകത്തിനുള്ളൊരു സംഭവമാണിത്. ഇത് ഞാൻ ഇങ്ങനെ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ IKEAയിൽ ഞാൻ ഇതിനു മുമ്പ് ഇത് കണ്ടിട്ടുണ്ടായില്ല. ഇത് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ വാങ്ങിച്ചില്ല. മേടിക്കണം, നെക്സ്റ്റ് ടൈം മേടിക്കണം. പിന്നെ കോഫി മേക്കർ ഇതിനു മുമ്പ് ഞാനിവിടെ കണ്ടിട്ടുണ്ട്. ഇത് ഒരു ഫിൽറ്റർ കോഫി മേക്കറാണ്. പക്ഷേ ടീ മേക്കർ ഞാൻ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ല. നല്ല സാധനമാണ് കേട്ടോ. ഞാൻ കുറേ പേരുടെയൊക്കെ റിവ്യൂ കണ്ടിട്ടുണ്ട് അത് IKEAയിൽ തന്നെ വാങ്ങിയിട്ട്. പിന്നെ ഇവിടെ പ്ലേറ്റുകളിലൊക്കെ കുറേ കളക്ഷൻസ് ഉണ്ട്. പക്ഷേ കളക്ഷൻസ് എല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്ഥിരം കളക്ഷൻസ് ഒക്കെ തന്നെയാണ് നമ്മൾ കൂടുതലും കാണുന്നത്. ഈ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുമ്പോൾ പുതിയത് ഏതെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നോക്കും. എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഞാൻ കുറേ കടകളിൽ വേറെ കണ്ടിട്ടുണ്ട്. കുറേ പേരുടെ വീഡിയോസിലും കുക്കിംഗ് വീഡിയോസിലും ഒക്കെ സെർവ് ചെയ്യുന്ന ഫുഡിലൊക്കെ ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ഗോൾഡൻ ഫിനിഷ് നമുക്കിങ്ങനെ ഔട്ടർ വരുന്നത് നല്ല ഭംഗിയല്ലേ. അതിൻ്റെ തന്നെ നമുക്ക് പ്ലേറ്റും ബൗളും എല്ലാം കിട്ടും. അപ്പം ഞാൻ അത് കണ്ടുപിടിച്ചു. നല്ല രസമാണ്. ഇവിടെ മുഴുവൻ ഇങ്ങനെ നമുക്ക് ഓടി നടന്ന്, വലിയ തിരക്കില്ലാത്ത ദിവസം വരണം. തിരക്കില്ലാത്ത ദിവസം ആകുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ ചുറ്റി നടന്ന് എല്ലാം കാണാനും എടുക്കാനും പറ്റും. അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ആളുകൾ കൂട്ടം കൂടി നിൽക്കുമ്പോൾ നമുക്ക് ആ ഏരിയയിലേക്ക് പോകാനൊന്നും പറ്റില്ല. കാരണം ഈ കൊറോണ വന്നതിന് ശേഷം അങ്ങനെയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. നല്ല ഭംഗിയില്ലേ. എനിക്ക് ഇങ്ങനത്തെ പ്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇത് ഇത്രയും പ്രൈസ് കൂടുതലാണ്, പക്ഷെ എന്നാലും കാണാൻ നല്ല ഭംഗിയാണ്. ഇതിപ്പോൾ ഒരു പുതിയ ഐറ്റം വന്നതാണ്, അതുകൊണ്ട് അതിനകത്തൊരു ഓറഞ്ച് ടാഗ് നിറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നല്ല കളർ കോമ്പിനേഷനാണ്, നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. ഇതിനകത്തൊക്കെ നമ്മളിങ്ങനെ ഫുഡ് സെർവ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. ഇതുകൊണ്ട് ഒരു കുഞ്ഞൊരു ഡിഷ്, നല്ല രസമല്ലേ. അതിൻ്റെ പല ഷേപ്പിലുള്ളതും പല ക്വാണ്ടിറ്റി നമുക്ക് എടുക്കാൻ പറ്റുന്ന, സെർവ് ചെയ്യാൻ പറ്റുന്ന പ്ലേറ്റുകളും ബൗളുകളും എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് അതെല്ലാം ഇഷ്ടപ്പെട്ടു. പക്ഷേ ഒരു 4 പ്ലേറ്റിനൊക്കെ ഏകദേശം 179 ക്രോൺസ് ഒക്കെ വരുന്നുണ്ട്. അത് ഇത്തിരി കൂടുതലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ബാക്കി പ്ലേറ്റ്സിൻ്റെ ഒക്കെ വില വെച്ച് നോക്കുമ്പോൾ ഇത്തിരി കൂടുതലാണ്. അപ്പോൾ ഞാനതവിടെ വെച്ചു. പിന്നെ നമ്മളിങ്ങനെ കുറേ നോക്കി. നമ്മൾക്ക് ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇങ്ങനെ കാണാനും എടുക്കാനും. ചിലതൊക്കെ വാങ്ങിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. നമ്മളിങ്ങനെ കൂടുതൽ ഇങ്ങനെ കണ്ട് ആസ്വദിക്കുന്ന ഒരു സ്ഥലമാണ് IKEA. വാങ്ങിക്കലൊക്കെ കുറവാണ്, കാരണം ഓരോ തവണ പോകുമ്പോഴും എന്തെങ്കിലും ഒരു ഐറ്റമൊക്കെ മേടിക്കും. ഇന്നിപ്പോൾ ഞങ്ങൾ വാങ്ങിച്ച സാധനം എന്ന് പറയുന്നത് ഈ ലൈറ്റാണ്. നമ്മൾ ഇവിടെ ലൈറ്റ് നമ്മൾ മിക്കവാറും അപ്പാർട്ട്മെൻറ്റിൽ ഇവരിനി ഇൻബിൽട്ടായിട്ട് എന്തെങ്കിലും ലൈറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഉണ്ടാവുക നമ്മുടെ നാട്ടിലെ മഞ്ഞ വെട്ടമില്ലേ, മഞ്ഞ ബൾബിൻ്റെ വെട്ടം, അതായിരിക്കും. അപ്പോൾ അത് കാരണം ഞങ്ങൾ അഡീഷണൽ ആയിട്ട് കുറച്ച് ഈ ലൈറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ആ ലൈറ്റിന് നല്ല ബ്രൈറ്റ്നെസ് ഉണ്ട്, നമുക്ക് വെള്ള ഒരു കളറിൽ വെട്ടം കിട്ടും. പിന്നെ ഞാൻ കുറേ ഏരിയ എല്ലാം സ്കിപ്പാക്കിയിട്ടുണ്ട് കേട്ടോ. കാരണം ഇതൊന്നും അല്ല, കുറേ ഉണ്ട് അതിൻ്റെ അകത്ത് കാണാനായിട്ട്. ഫുൾ നമുക്ക് ഷൂട്ട് ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ IKEA നമുക്ക് തീരത്തേ ഇല്ല, അത്രയ്ക്കുണ്ട്. പിന്നെ നമ്മൾ ഏറ്റവും ലാസ്റ്റ് എൻഡ് ചെയ്യുന്നൊരു പോയിൻ്റ് ഉണ്ട് കേട്ടോ. അവിടെ എത്താറാകുമ്പോഴത്തേക്കുമാണ് നമുക്ക് കൂടുതലും ക്യാൻഡിൽസും ക്യാൻഡിൽ ഹോൾഡറും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും ലൈവ് പ്ലാന്റ്സും ഒക്കെ കാണാൻ പറ്റും. ഇപ്പോൾ സമ്മർ വരുന്നത് കാരണം ഇനിയാണ് കൂടുതലും ഇങ്ങനത്തെ പ്ലാന്റ്സ് എല്ലാം നല്ല രീതിയിൽ വളരുന്നത്. അപ്പോൾ അത് കാരണം നല്ല കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ട്. കുറേ ചെടികളൊക്കെ ഓഫറിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഗാർഡനിങ് ടൂൾസും ഈ ചെടിച്ചട്ടി അതുപോലെ വളം അങ്ങനത്തെ സംഭവങ്ങളെല്ലാം തന്നെ നമുക്കിങ്ങനെ ഇവിടെ കുറച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ പുതിയ ചെടികളെല്ലാം ഓഫറിനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഈ ചെടിയുടെ സെക്ഷനും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവരുടെ വെയർഹൗസ് ഏരിയയിലേക്കാണ് കടക്കാൻ പറ്റുക. ഇവിടെ നമുക്ക് കസ്റ്റമർ സർവീസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറേ പോയിന്റിൽ ഇതുപോലത്തെ ഒരു മോണിറ്ററിങ് സ്ക്രീൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലിരുന്നിട്ട് ചെക്ക് ചെയ്ത് ഏതെങ്കിലും പ്രൊഡക്റ്റിൻ്റെയൊക്കെ കോഡ് അറിയാമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഇതിനകത്ത് സ്ക്രീനിൽ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ഏത് റാക്കിലാണ് ഇരിക്കുന്നതെന്നുള്ള ഇൻഫർമേഷൻ കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ മൊത്തം വെയർഹൗസ് ഇങ്ങനെ പല നമ്പറിൽ ഇങ്ങനെ റാക്ക് ചെയ്ത് പല സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏത് റാക്കിൽ ഏത് ഷെൽഫിൽ ഏത് നമ്പറിലാണ് നമ്മുടെ ഐറ്റം ഇരിക്കുന്നതെന്ന് വെച്ചാൽ ചെക്ക് ചെയ്ത് അവിടെ പോയി കളക്ട് ചെയ്യാൻ പറ്റും.
പിന്നെ നമ്മൾ ഇറങ്ങുന്ന ആ ഒരു പോയിന്റിൽ, അത് ബില്ലടിക്കുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട്. ഈ ഏരിയയിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ഓൾറെഡി വാങ്ങിയിട്ട് പോയ സാധനങ്ങൾ അവർ ഇങ്ങനെ 30 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ 90 ദിവസത്തിനുള്ളിൽ നമുക്ക് റിട്ടേൺ ചെയ്യാനുള്ള പോളിസി ഉണ്ട്. അപ്പോൾ അങ്ങനെ റിട്ടേൺ ചെയ്ത പ്രൊഡക്ട്സ് ഇവർ ഫെയർ കുറച്ച്, അതായത് നേരത്തെ ഉണ്ടായിരുന്ന പ്രൈസിനേക്കാളും കുറച്ച് വില കുറച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഓരോ ദിവസം ഇവിടെ വരുമ്പോൾ പല സാധനങ്ങളായിരിക്കും ഇരിക്കുക, പക്ഷെ അതിൻ്റെ വില ഒറിജിനൽ പ്രൈസിൽ നിന്നും നല്ലൊരു റെഡ്യൂസ്ഡ് പ്രൈസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് എല്ലാത്തരം സാധനങ്ങളും കാണാൻ പറ്റും. പക്ഷേ നമുക്ക് സ്ഥിരമായിട്ട് ഇന്ന സാധനം അവിടെ ഉണ്ടാവും എന്ന് പറയാനും പറ്റില്ല. അത് എപ്പോൾ വേണമെങ്കിലും പെട്ടെന്ന് തീർന്നു പോകാം. നല്ല പ്രൈസ് ഡിഫറൻസ് ഉണ്ടായിരിക്കും ഒറിജിനൽ പ്രൈസിനെ വെച്ചിട്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സാധനങ്ങൾ തീർന്നു പോകും. എല്ലാ ടൈപ്പ് സാധനങ്ങളും ഉണ്ടായിരിക്കും. ബെഡ് ആവട്ടെ, സോഫ, വാർഡ്രോബ് എല്ലാം തന്നെ ഉണ്ടായിരിക്കും. ഈ കൂട്ടത്തിൽ വരുന്ന സോഫകളൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഫർണിച്ചേഴ്സൊക്കെ തന്നെയാണെങ്കിലും അതൊക്കെ അസംബിൾഡ് ആയിരിക്കും. ഈ സോഫാസ് എല്ലാം തന്നെ ഇതിൽ വെച്ചിരിക്കുന്നതാണ്, ഇങ്ങനെ ഓഫർ സെയിലിൽ വെച്ചിരിക്കുന്നതാണ്. ഇതൊക്കെ ഓൾറെഡി ആരെങ്കിലും വാങ്ങിയിട്ട് കൊണ്ടുപോയി അവരുപയോഗിച്ച് അവർക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർ റിട്ടേൺ ചെയ്ത പ്രൊഡക്റ്റൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6000 സംതിങ് ആണ്. അത് 3000 സംതിങ്ങിലേക്ക് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഈ വെൽവെറ്റിൻ്റെ സോഫയാണെങ്കിലും അതുപോലെ തന്നെയാണ്. ഇതിൻ്റെ പ്രൈസ് 7000 സംതിങ് ആണ്. അത് 5000ലേക്ക് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി അസംബിൾഡ് ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ ഇത് കൊണ്ടുപോകാം. പിന്നീട് നമുക്ക് അസംബിൾ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇവിടെ എന്നും വന്ന് എന്തെങ്കിലും ഓഫറിലുണ്ടോ എന്ന് നോക്കാറുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചുള്ളൂ. വാങ്ങിച്ചത് എന്താ, മെയിനായിട്ട് ആ 2 ബൾബ് വാങ്ങിച്ചു, പിന്നെ എന്തോ ഒരു ബാറ്ററി വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഓൾമോസ്റ്റ് നമ്മൾ എല്ലാ മാസവും എന്തായാലും നമ്മൾ ഇക്കയിൽ വരാറുണ്ട്. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ കുറേ ഐറ്റംസ് എപ്പോഴും തന്നെ ഉണ്ട് ഇക്കയിലെ. അത് കാരണം കൂടുതലൊന്നും ഷോപ്പ് ചെയ്യേണ്ടി വരാറില്ല. മിക്കപ്പോഴും വരുമ്പോൾ എന്തെങ്കിലും കുറച്ച് സാധനങ്ങളെ വാങ്ങിക്കാറുള്ളൂ. പിന്നെ നമുക്ക് ഇവിടെ തന്നെ നമ്മുടെ തന്നെ സെൽഫായിട്ട് തന്നെ സ്കാൻ ചെയ്ത് സെൽഫായിട്ട് തന്നെ പേയ്മെൻറ്റും ഒക്കെ ചെയ്യാം. അതിനൊന്നും ഇവിടെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഇടയിൽ വന്ന് എന്തെങ്കിലും പ്രോബ്ലം ആയെങ്കിൽ നമുക്ക് അവിടെ തന്നെ എന്തായാലും ഒരു സ്റ്റാഫ് ഉണ്ടായിരിക്കും, അവരുടെ ഹെൽപ്പും ഉണ്ടായിരിക്കും. ഇനി നേരെ നമ്മുടെ ലോക്ക് റൂമിലേക്കാണ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ ബാക്കി സംഭവങ്ങളെല്ലാം ഇരിക്കുന്നത്, ബാഗും കോട്ടും എല്ലാം ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിനി ലോക്ക് റൂമൊക്കെ അൺലോക്ക് ചെയ്തതിന് ശേഷം നമുക്ക് പുറത്ത് പോയി ബാക്കി കടകളിലും കൂടെയൊക്കെ പോകണം. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ കണ്ട ആളുകൾക്ക് അറിയാൻ പറ്റും ഞാൻ ഇന്ന് കുറേ ഷോപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പോയ ബാക്കി കടകൾ എന്തൊക്കെയാണെന്നും അവിടെ എന്തൊക്കെയാണ് ഷോപ്പ് ചെയ്തതെന്നും എങ്ങനെയാണ് ഇവിടുത്തെ പ്രൈസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇനിയും നമ്മൾ 1-2 ഷോപ്പുകളിലൂടെയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് ഞാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ലിഡിൽ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്. അപ്പോൾ ലിഡിൽ എന്ന് പറഞ്ഞ ഷോപ്പിൽ നമുക്ക് ഗ്രോസറി കുറച്ച് വാങ്ങിക്കാനുണ്ട്. അപ്പോൾ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ ഗ്രോസറി വാങ്ങിക്കുന്നത് ലിഡിൽ എന്ന് പറഞ്ഞ ഷോപ്പിലും ഇന്ത്യൻ ഗ്രോസറി ഷോപ്പിലും ഒക്കെ ആയിട്ടാണ് മേടിക്കുന്നത്. പിന്നെ ഇക്ക ഉണ്ട്, അതുപോലെ വില്ലീസ് ഉണ്ട്, കുറേ വേറെ ഷോപ്പുകളെല്ലാം ഉണ്ട്. ഈ ലിഡിൽ എന്ന് പറഞ്ഞ ഷോപ്പ് ഒരു ജർമ്മൻ കമ്പനിയാണ്. അപ്പോൾ അത് ഒട്ടുമിക്ക യൂറോപ്യൻ കൺട്രീസിൽ എല്ലായിടത്തും തന്നെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇത്തിരി ചീപ്പറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് പ്രൊഡക്ട്സ് നമ്മൾ വാങ്ങിക്കാറുള്ളതും ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഉപ്സാലയിലുള്ള വലിയ ലിഡിലിൻ്റെ ഷോപ്പാണ് കേട്ടോ. അപ്പോൾ അത് ലിഡിൽ പ്ലസ് എന്നാണ് ഞാൻ പറയാം. ഇച്ചിരി കൂടി വലിയൊരു ഷോറൂമാണ്. അപ്പോൾ നോർമലി ഇവിടെ 2 ലിഡിലേ ഉള്ളൂ ഉപ്സാലയിൽ. സ്റ്റോക്ക്ഹോമിലൊക്കെ കുറേ ലിഡിലിൻ്റെ ഷോപ്പുകളുണ്ട്. അതിനകത്ത് ലിഡിൽ പ്ലസ് എന്ന് പറഞ്ഞിട്ട് ബാർക്കർബിയിൽ ഒരു വലിയ ഷോപ്പുണ്ട്. ഇവിടെ കണ്ടോ, ഇതാണ് നമ്മുടെ നാട്ടിലത്തെ ഓറഞ്ച് ഇവിടെ കിട്ടുന്നത്. ക്ലമൻറ്റീൻ എന്നങ്ങാണ്ട് അതിന് പറയുന്നത്. നല്ല രസമാണ് അത്. പിന്നെ ആപ്പിൾസീൻ എന്ന് പറഞ്ഞിട്ട് വേറെ ഒരെണ്ണം കൂടി ഉണ്ട്. അത് നമ്മുടെ മുസമ്പിയൊക്കെ പോലെ. ഇത് നാട്ടിൽ നമ്മുടെ ചുവന്നുള്ളിയില്ലേ, അതിവിടെ കറക്റ്റ് നമുക്ക് നാട്ടിലത്തെ ചുവന്നുള്ളി കിട്ടില്ല. വെള്ള ഉള്ളിയുടെ എന്താ പറയുക, കുഞ്ഞ് ഉള്ളികളായിട്ട് വരും. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് പേളോനിയൻ എന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ നാട്ടിലത്തെ ചുവന്ന സവാളയും പിന്നെ ഇവിടത്തെയൊക്കെ വെള്ള സവാളയൊക്കെയാണ് കേട്ടോ. അതൊക്കെ ഇവിടെ കിട്ടും. പിന്നെ നമ്മുടെ നോർമൽ നമ്മൾ നാട്ടിൽ വാങ്ങിക്കുന്ന പച്ചക്കറികളായിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ക്യാബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കിവിടെ കിട്ടാവുന്ന എല്ലാ വെജിറ്റബിൾസും തന്നെ കിട്ടും. പക്ഷെ ഞാൻ ഇവിടെ നിന്ന് അധികം വെജിറ്റബിൾസ് വാങ്ങിക്കാറില്ല. ഞാൻ നേരത്തെ ഫിഷ് നിർവാണിയുടെ വീഡിയോയിൽ കാണിച്ചിരുന്നില്ലേ, ഓറിയന്തസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെയൊക്കെ എനിക്ക് ഇവിടത്തേക്കാളും വെജിറ്റബിൾസിനൊക്കെ, ഫ്രഷ് വെജിറ്റബിൾസിനൊക്കെ ഭയങ്കര വിലക്കുറവ് ഫീൽ ചെയ്തിട്ടുണ്ട്. മീറ്റൊക്കെ വാങ്ങിക്കുന്നതിൽ ചിക്കൻ മേടിക്കുന്നത് നമ്മൾ ലിഡിലിൽ നിന്നാണ് വാങ്ങിക്കാറ്. കാരണം ചിക്കന് ബാക്കി കടകളിലെ വെച്ച് നോക്കുമ്പോൾ ലിഡിലിൽ എനിക്ക് പ്രൈസ് കുറവായിട്ട് തോന്നാറുണ്ട്. ഇപ്പോൾ ഇക്കയിലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ചിക്കൻ ചിലപ്പോൾ കിലോയ്ക്ക് 50+ ആയിരിക്കും. അപ്പോൾ ഇവിടെയൊക്കെ 30 to 50 റേഞ്ചിൽ നമുക്ക് കിട്ടും. അപ്പം ഞാൻ ഇവിടെ നിന്നാണ് ചിക്കൻ കൂടുതൽ മേടിക്കാറ്. ഇപ്പോൾ ഇവിടെ ചിക്കൻ സ്റ്റോക്ക് കുറവാണ്. ഇപ്പോൾ ഫുൾ ചിക്കൻ മാത്രമേ ഇവിടെ ഇരിപ്പുള്ളൂ. അതിപ്പോൾ വീക്കെൻഡായി, പിന്നെ ഈവനിങ് ടൈം ആയി, അതുകൊണ്ട് സ്റ്റോക്കൊക്കെ തീർന്നിരിക്കുകയാണ്.
പിന്നെ ബീഫൊക്കെ ആണെങ്കിലും ബീഫ് നമുക്കിതുപോലെ പാക്ഡായിട്ട് കിട്ടും, അതായത് മുറിച്ച കഷ്ണങ്ങളായിട്ടുള്ളത് പാക്ഡായിട്ട് കിട്ടും, അല്ലാതെ മുറിക്കാത്തത് ഇങ്ങനെ വേറെയും കിട്ടും കേട്ടോ, വോൾ പീസായിട്ടുള്ളത് കിട്ടും. അത് നമുക്ക് തൂക്കം അനുസരിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ 500 ഗ്രാമിൻ്റെ പാക്കായിരിക്കും, ചിലപ്പോൾ 700 ഗ്രാമിൻ്റെ ആയിരിക്കും. അപ്പോൾ പല പോർഷനായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരിക്കും. അതുമാത്രമല്ല നമുക്ക് പല പാർട്സായിട്ട് കിട്ടാനും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു റേറ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ കടകളിലും റേറ്റ് കൂടുതലാണ്. പിക്കയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 250 ക്രോൺസ് വരെ ബീഫിനൊക്കെ വിലയുണ്ട് കിലോയ്ക്ക്. ഇവിടെ ഇപ്പോൾ കിലോയ്ക്കൊക്കെ ഏകദേശം 100 ക്രോൺസിനൊക്കെ അടുത്തേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് ബീഫും അധികം മേടിക്കാറ്. പിന്നെ ഇതാണ് ഞാൻ ഡേ ഇൻ മൈ ലൈഫിൽ ആദ്യം കാണിച്ച ആ കെല്ലോഗ്സ്. ഇത് നമ്മൾ ഇവിടെ നിന്നാണ് മേടിക്കാറ്. അതിപ്പോൾ ക്രഞ്ചി ഓട്സ് ഗ്രനോളയാണിത്. ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം കുറേ വെറൈറ്റി കെല്ലോഗ്സ്, കോൺഫ്ലെക്സ്, ഓട്സ് ഇതെല്ലാം കിട്ടും. ഈ ഓട്സൊക്കെ ആണെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ യോഗേർട്ട് അല്ലെങ്കിൽ മിൽക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണല്ലോ. അപ്പോൾ ഞങ്ങൾ കൂടുതൽ യോഗേർട്ട് യൂസ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ മേടിക്കുന്ന യോഗേർട്ട് എന്ന് പറയുന്നത് ഇതാണ്, ലൈറ്റ് യോഗേർട്ടാണിത്. അപ്പോൾ ഇത് നാച്ചുറൽ, വേറെ ഫ്ലേവറൊന്നും ഇല്ലാത്തൊരു നോർമൽ യോഗേർട്ടാണ്. ഇതിനകത്ത് ഫാറ്റും കുറവാണ്. പക്ഷേ ഇവിടെ നമുക്ക് കുറേ വെറൈറ്റികൾ കിട്ടും, അതായത് വാനില ഫ്ലേവർ, സ്ട്രോബെറി ഫ്ലേവർ, അതുപോലെ ബ്ലൂബെറി ഫ്ലേവർ, അതും പല പല ഫാറ്റ് കണ്ടൻറ്റ് പെർസെൻറ്റേജ് മാറിക്കൊണ്ട്. പിന്നെ പാലാണെങ്കിലും അതെ കേട്ടോ, നമുക്ക് 0.5%, 1%, 1.5% എന്നൊക്കെ പറഞ്ഞിട്ട് പാലും പല പെർസെൻറ്റേജിൽ കിട്ടും. അത് നമുക്ക് നല്ല വിലക്കുറവിലാണ് ലിഡിലിൽ കിട്ടുന്നത്. പിന്നെ ഇങ്ങനെ നമുക്ക് ഇവിടെ ബട്ടറും എല്ലാം നല്ലതുപോലെ കിട്ടും കേട്ടോ. ബട്ടർ നമ്മൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ അതിൻ്റെ സോൾട്ട് കണ്ടൻറ്റ് അനുസരിച്ച് പല വെറൈറ്റികൾ കിട്ടും. നമ്മൾ നോർമൽ സോൾട്ടാണ് എടുക്കാറ്. മിൽക്ക് പ്രൊഡക്റ്റുകൾ കുറേ തന്നെ കിട്ടാനുണ്ട് ഇവിടെ. പിന്നെ നമ്മൾ ഇങ്ങനെ ഫ്രോസൺ ആയിട്ടുള്ള കുറേ ഫുഡ് ഐറ്റംസിൻ്റെ സെക്ഷനിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രോസൺ വെജിറ്റബിൾസ് കിട്ടും, ഫ്രോസൺ ഫ്രൂട്ട്സ് കിട്ടും, അതുപോലെ ഫ്രോസൺ കുക്ക്ഡ് ഫുഡുകൾ കിട്ടും, അല്ലെങ്കിൽ റെഡി ടു മേക്ക് ആയിട്ടുള്ള ഫുഡുകൾ കിട്ടും. പിന്നെ നമ്മുടെ ഫിഷൊക്കെ ആണെങ്കിലും ഫ്രോസൺ കിട്ടും. അതായത് എസ്പെഷ്യലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോൺസ് സ്മോൾ, XXL എന്നൊക്കെ പറഞ്ഞിട്ട് പല പല സൈസുകളിലുള്ള പ്രോൺസ് കിട്ടും. പിന്നെ നമ്മൾക്ക് ഈ പിസ്സയൊക്കെ ഉണ്ടല്ലോ, പിസ്സയൊക്കെ പല ഫ്ലേവറിലുള്ള പിസ്സകളെല്ലാം നമുക്ക് ഇവിടെ ഫ്രോസൺ ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഓവനിൽ വെച്ചിട്ടത് ചൂടാക്കിയാൽ മതിയാകും. ഈ ഫ്രോസൺ ആയിട്ടുള്ള സാധനങ്ങൾക്കാണ് വിലക്കുറവ് കേട്ടോ. പിന്നെ നമ്മൾക്ക് ഇവിടെ തന്നെ ലിഡിലിൽ കുറേ അരിയൊക്കെ കിട്ടും കേട്ടോ. അരി നമുക്ക് പല ടൈപ്പ്, ജാസ്മിൻ റൈസ്, അത് റൈസ്, ഇത് റൈസ് എന്നൊക്കെ പറയുന്നത് കുറേ ടൈപ്പ് ഉണ്ട്. നമ്മളിവിടെ നമ്മുടെ നാട്ടിലത്തെ ഇതുപോലത്തെ ടേസ്റ്റ് കിട്ടുന്ന ഒരു റൈസ് ട്രൈ ചെയ്തത് ഇതാണ്. വലിയ കുഴപ്പമില്ല, പക്ഷേ നമുക്ക് നമ്മുടെ നാട്ടിലത്തെ അരിയുടെ രുചിയൊന്നുമില്ല. കമ്പാരിറ്റീവ്ലി ദിസ് വൺ ഈസ് ബെറ്റർ. പിന്നെ നമുക്ക് കൂടുതലായിട്ടുള്ള ഫ്ലേവറിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന സോസുകൾ, അതായത് ഇപ്പോൾ പാസ്ത സോസുകളാണെങ്കിലും അതുപോലെ കുക്കിംഗ് സോസുകൾ, അതുപോലെ എന്താ പറയുക, ഓയിലുകൾ, അങ്ങനത്തെ കുറേ സംഭവങ്ങളെല്ലാം ഇവിടെ തന്നെ കിട്ടും. പിന്നെ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ മിക്സഡ് ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ്, റോസ്റ്റഡ് ഡ്രൈ ഫ്രൂട്ട്സ്, അതുപോലെ ഫ്ലേവേർഡ് ഡ്രൈ ഫ്രൂട്ട്സ്, അങ്ങനെ എല്ലാത്തിൻ്റെ ഒരു വിശാലമായ ഷോറൂമാണ് ഇവിടെ. അതിവിടുത്തെ എല്ലാ സൂപ്പർ മാർക്കറ്റുകളും ഇങ്ങനെ തന്നെയാണ്. നമ്മൾക്ക് വേണ്ടതെല്ലാം ഇവിടെ കിട്ടും. പക്ഷേ ലിഡിൽ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി വിലക്കുറവാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എപ്പോഴും എടുക്കാറുള്ള ഒരു ആപ്പിൾ ജ്യൂസാണിത്. പിന്നെ നമുക്കുണ്ടല്ലോ, ഈ ലിഡിലിൽ വന്നു കഴിഞ്ഞാൽ കൂടുതൽ കാണാൻ പറ്റുന്ന വേറൊരു സംഭവമാണ് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ. ഇതൊന്നും നമ്മൾ വേറെ ഗ്രോസറി സ്റ്റോറുകളിൽ പോയാലൊന്നും കാണില്ല. അതായത് ഡ്രസ്സ് മാത്രമല്ല, ചിലപ്പോൾ പാത്രങ്ങൾ ഉണ്ടായിരിക്കും, ചിലപ്പോൾ എന്താ പറയുക, കുട്ടികൾക്ക് കളിക്കുന്ന ടോയ്സ് ഉണ്ടായിരിക്കും, ചിലപ്പോൾ ചില മിക്സിയോ അല്ലെങ്കിൽ അയൺ ബോക്സോ, അങ്ങനെ പല സാധനങ്ങളും കാണാം. ഇതൊന്നും സെക്കൻഡ് ക്വാളിറ്റി സാധനങ്ങളൊന്നുമല്ല, നല്ല സാധനങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ടോ ഇതിനൊക്കെ പ്രൈസ് കുറവാണ്. അപ്പം നമുക്കിതുപോലെ അറിയാവുന്ന കുറച്ച് കടകളുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനത്തെ കടകളിൽ വന്നിട്ട് നമ്മൾക്ക് വേണ്ട ഡെയിലി യൂസിന് വേണ്ട സാധനങ്ങളൊക്കെ, അതായത് പാല്, മുട്ട, ബ്രെഡ്, ജാം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വേണ്ടി വരുന്ന, ഡെയിലി നമുക്ക് ആവശ്യത്തിന് വേണ്ടി വരുന്ന സാധനങ്ങളെല്ലാം നമ്മളിതുപോലെ ഏറ്റവും വിലക്കുറവുള്ള കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യമില്ല. ഇതെല്ലാം നല്ല ക്വാളിറ്റി സാധനങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മന്ത്ലി എക്സ്പെൻസൊക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ ഷോപ്പിംഗ് ഒക്കെ ആയിട്ട് ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.